ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ 100 ഗ്രാം കടലയാണ്, ചുണ്ടൻ കടല ഇത് കുതിർത്ത് വെച്ചതാണ്. നമ്മളിത് വെച്ചൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് മലക്കറി ഇല്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുക. 100 ഗ്രാം കടല കുതിർത്തത്, ഒരു വലിയ സവാള വലുതെടുക്കണം. നമുക്കിത് കുക്കറിട്ട് വേവിച്ചിട്ട് കാണിക്കാം. നമുക്ക് സവാള അരിഞ്ഞ് ഇത് കുക്കറിലോട്ട് ഇടാം. കുക്കറിൽ ആ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് വെച്ച് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. കുക്കർ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കടലയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുക്കർ അടക്കാം. സവാള എല്ലാം നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുഞ്ഞാറ്റൊരു സവാളയാണ്. നമുക്കിനി തോരത്തിന് വേണ്ടി ചതച്ചെടുക്കാം. ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ജീരകം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 4-5 കഷ്ണം വെളുത്തുള്ളി ഉണ്ട്. 5-6 കഷ്ണം നമുക്ക് കടല ആയതുകൊണ്ടാണ്. നമുക്കൊന്ന് ഇത് ചതച്ചെടുത്തിട്ട് വരാം. എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ കടല എല്ലാം വെന്ത് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്നിങ്ങനെ ജസ്റ്റ് പൊളന്നെടുക്കാറുണ്ട്. ഇതിൻ്റെ അകത്ത് അരപ്പ് കയറാൻ വേണ്ടിയാണ്. നമുക്കിതെല്ലാം ഇങ്ങനെ ഇതേപോലെ പൊടിച്ചെടുക്കണം. പൊടിച്ചെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഈ കടലയ്ക്കകത്ത് അരപ്പ് കയറണം. അപ്പോൾ നമുക്കിതെല്ലാം പൊടിച്ചിട്ട് കാണിക്കാം. കടലയെല്ലാം ഇതേപോലെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇതേപോലെ എന്നാലേ ഇതിനകത്ത് അരപ്പൊക്കെ ഇറങ്ങുള്ളൂ. ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് നമുക്ക് ചീനിച്ചട്ടി വെച്ച് ഗ്യാസ് ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. കടുകിട്ട് കൊടുക്കാം. നമുക്ക് മുളകിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇത് നല്ല വൃത്തിയായി ഇളക്കി ഇത് വേവിച്ചെടുക്കണം. സവാള ഉള്ളിയെല്ലാം നല്ല രീതിയിൽ വശന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി തോരത്തിന് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്നും നമുക്ക് പച്ചപ്പ് മാറി നല്ല ചൂടാക്കി എടുക്കാറുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. അരപ്പെല്ലാം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉടച്ച് വെച്ച ചതച്ച് വെച്ച കടല പൊളന്ന് വെച്ചാൽ എന്തിനെന്ന് വെച്ചാൽ ഇതിനകത്ത് അരപ്പൊക്കെ കയറാനാണ്. നമുക്കിതും കൂടി ഇളക്കി ജോയിപ്പിച്ച് നമുക്ക് ഇറക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കടലെന്ന് പറഞ്ഞാൽ നമ്മൾ കറി വയ്ക്കുന്ന കടലയാണ്. ചുണ്ടൻ കടല, കറുത്ത കടലയാണ്. അത് വെച്ചുള്ള തോരനാണ്. നമുക്ക് പച്ചക്കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈ കടല ഉണ്ടെങ്കിൽ ഒരു തോരനാക്കാം. ഒരു കറി മീനും ഉണ്ടെങ്കിൽ നമുക്കൊരു തോരത്തിന് മലക്കറിയൊന്നും ഇല്ല എങ്കിലും നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാം. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. ചോറിൻ്റെ കൂടെ കഴിക്കുക. അടിപൊളിയാണ്. എല്ലാവരും വയ്ക്കണം. നല്ല തോരനാണ്. നല്ല ഹെൽത്തിയായ അടിപൊളി തോരനാണ്.